നഴ്സുമാരുടെ സമരം തുടരുമെന്ന് UNA അറിയിക്കുന്നു. കരട് വിജ്ഞാപനത്തിൽ തുച്ഛമായ വർധന മാത്രമാണ് ഉണ്ടായതെന്ന് UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ. 40,000 രൂപ അടിസ്ഥാന ശമ്പളം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. അടിസ്ഥാന ശമ്പളം നൽകുന്ന മാനേജ്മെന്റുകളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നും ജാസ്മിൻ ഷാ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ കരട് വിജ്ഞാപനം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ തുച്ഛമായ വർധനവാണ് യഥാർത്ഥത്തിൽ 2018 അപേക്ഷിച്ച് ഉണ്ടായിട്ടുള്ളത്. 40,000 രൂപ അടിസ്ഥാന ശമ്പളം വേണമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സംഘടന തയ്യാറല്ല. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള തുടർന്നുകൊണ്ടിരിക്കുന്ന സമരം അതാത് ആശുപത്രി കേന്ദ്രങ്ങളിലേക്ക് മാറ്റുവാനും സർക്കാർ വിജ്ഞാപനം വന്നാൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച മാനേജ്മെൻറ്റുകൾ വളരെ കൃത്യമായി 40,000 രൂപയ്ക്ക് അടിസ്ഥാന ശമ്പളമാക്കണമെന്ന് ആണ് സംഘടനയ്ക്ക് പറയാനുള്ളത്. 40,000 രൂപ അടിസ്ഥാന ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങളെ ഞങ്ങൾ സമരത്തിൽ നിന്ന് ഒഴിവാക്കും. അല്ലാത്ത സ്ഥാപനങ്ങളിൽ ആ ശമ്പളം ലഭിക്കുന്നത് വരെ സുശക്തമായ പോരാട്ടം സംഘടന നടത്തും. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ആവശ്യം അത് അതേ തരത്തിൽ അംഗീകരിച്ചിട്ടില്ലെന്നാണ് നഴ്സുമാർ പറയുന്നതല്ലേ? 20,000 ആയിരുന്നു അടിസ്ഥാന ശമ്പളം, അത് 25,000 ആയാണ് ഉയർത്തിയത്. മറ്റൊന്ന് 800 കിടക്കകൾക്ക് മുകളിലുള്ള ആശുപത്രികളിലാണ് 40,000 ലഭിക്കുക. ഇപ്പോൾ നിലവിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റോഷിനി, അതായത് ഇന്നലെയാണ് തൊഴിൽ വകുപ്പ് അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. പക്ഷേ 40,000 രൂപയാണ് UNA ആവശ്യപ്പെടുന്നത്. അത് 28,000 രൂപയാക്കിയിട്ടാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. 800 ബെഡുകൾക്ക് മുകളിലുള്ള ആശുപത്രികൾ 40,000 രൂപ എന്ന് പറയുന്നു. പക്ഷേ നഴ്സുമാർ പറയുന്നത് കേരളത്തിലെ ഏത് സ്വകാര്യ ആശുപത്രിയാണ് 800 ബെഡിന് മുകളിലുള്ള ആശുപത്രി, അത് സർക്കാർ കാണിച്ചു തരട്ടെ എന്നാണ് നഴ്സുമാർ പറയുന്നത്. ഏതായാലും സമരം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. നിലവിൽ 1/3 നഴ്സുമാരും ജോലിക്ക് ഹാജരാകുന്നത്. അതുകൊണ്ടാണ് ക്യാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നടത്തി വരുന്നത്. പക്ഷേ മറ്റന്നാൾ മുതൽ, തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും 100% നഴ്സുമാരും സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വകാര്യ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. റോഷ്നി, ശരി, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.